അങ്ങനെ നമ്മുടെ അമ്മ ഡ്യൂട്ടിക്കൊക്കെ പോയി അയത്താണ്ട് അമ്മേനെ കൊണ്ടുവിട്ടിട്ടൊക്കെ വന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായക്ക് ഇന്ന് ഉപ്പുമാവും ചെറുപഴമായിരുന്നു കേട്ടോ കടി. അത് കഴിഞ്ഞ് നേരെ ഞാൻ വന്നിട്ട് അരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അരിയെല്ലാം ഞാൻ കഴുകി ഇടുന്നുണ്ട്. ഇന്നിപ്പോൾ റേഷനരിയാണ് കേട്ടോ ഇടുന്നത്. നമ്മൾ ഒന്നരാടാണ് കേട്ടോ ഇടുക. ഇന്നിപ്പോൾ റേഷനരി ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ വേറെ അരി അങ്ങനെയാണ് കേട്ടോ നമ്മളിടുക. എനിക്ക് കൂടുതലും റേഷനരി കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അയത്തേണ്ട പക്ഷേ റേഷനരിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല. നമ്മൾ നൂർജഹാനാണ് കേട്ടോ എപ്പോഴും ഇവിടെ വാങ്ങിക്കൽ. അങ്ങനെ ഐത്താടും പുറപ്പെട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഐത്താണ്ടും പോയി. മഴ പയ്യെ ഇങ്ങനെ തോർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. തോർന്നൊരു ഇറ്റിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് വെയിലും ഉണ്ട് കേട്ടോ. അപ്പം മഴയും വെയിലും കൂടെ കൂടിയിട്ടൊരു ചെറിയൊരു അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. നമ്മുടെ ക്യാഷ് ഫ്ലോ ഒക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വെട്ടി ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട്. ഒരു 2 തള തിളയ്ക്കുമ്പോഴത്തേനും ഞാൻ റൈസ് കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഞാൻ വാർത്തിടും. അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. കാരണം റേഷനരി ആയതുകൊണ്ട് ഓവറായിട്ട് വെന്ത് പോകുമല്ലോ. അങ്ങനെ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അങ്ങനെ അതിനുള്ള എല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയിത്തട്ടൻ അമ്മേനെ കൊണ്ടുവിട്ടിട്ട് വന്നപ്പം ചിക്കൻ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഇന്ന് എനിക്ക് ചിക്കൻ കറിയും കപ്പയും കഴിക്കാനായിരുന്നു കേട്ടോ തോന്നിയത്. കപ്പ പുഴുക്ക് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഉടച്ച് പുഴുങ്ങൂലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ മിക്കപ്പോഴും എൻ്റെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കപ്പ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അധികം ഇങ്ങോട്ട് ഉണ്ടാക്കാറില്ല. ഞാൻ വന്നേ പിന്നെയാണ് പിന്നെയും ഇവിടെ അങ്ങനെ ഉണ്ടാക്കൽ. അങ്ങനെ അമ്മ പോയപ്പോഴേ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചുമന്ന ചീരയില്ലേ, അപ്പോൾ ആ ചീര തോരൻ വെക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പം ഞാൻ അതിനകത്തേക്ക് ആവശ്യമുള്ള തേങ്ങയും അതുപോലെ പച്ചമുളകും അങ്ങനത്തെ അതെല്ലാം ചതച്ചിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുക തോരൻ. നല്ല ടേസ്റ്റാണ്. ചീര ഇവിടെ കുറേ ആയി വാങ്ങിച്ചിട്ട്, ചീര അങ്ങനെ വാങ്ങിക്കാറില്ല. അങ്ങനെ അത് ഉണ്ടാക്കാനുള്ള ഇതിലാണ് കേട്ടോ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിനകത്തേക്ക് നമ്മുടെ ചീരയും അതുപോലെ തേങ്ങയൊക്കെ ഒതുക്കി വെച്ചേക്കണം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപ്പിട്ടിട്ട് പിന്നെ ഇളക്കി ഒന്ന് മൂടി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഞാൻ ചിക്കൻ കറി തേങ്ങാപ്പാലൊഴിച്ച് വെക്കാനാണ് കേട്ടോ നോക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാപ്പാൽ ചിക്കൻ കറി ഉണ്ടാക്കണേ. തേങ്ങ അരച്ച് വെക്കുന്നതും പാല് പിഴിഞ്ഞ് വെക്കുന്നതൊക്കെ ഡിഫറെൻ്റാണ്. ഇവിടെ തേങ്ങ അരച്ച് കറി വെക്കാറുണ്ട്, തേങ്ങാപ്പാലിൽ അങ്ങനെ കറി വെക്കാറില്ല കേട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു, അല്ലറ ചില്ലറ നമ്മളിപ്പോൾ എടുത്ത പാത്രങ്ങളൊക്കെ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കഴുകി നമ്മുടെ സ്റ്റൗവിൻ്റെ ഏരിയയൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ ലാസ്റ്റ് നമ്മുടെ അടുക്കളയും കൂടെ ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ സമയത്ത് കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് ലൈറ്റ് കമ്മിയായിട്ട് കാണുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ മേലെ വന്നിട്ട് കുളിക്കുകയാണ് കേട്ടോ. ഇനി ഐത്താണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഐത്താണ്ട് ഇപ്പം തന്നെ വരും. അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡും കൂടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റ ബൈ ബൈ, സീ യു.